യൂട്യൂബ് ചാനൽ. ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ പോകുന്ന വഴിക്ക് ചിക്കൻ വാങ്ങിയിട്ട് പോവാന്ന് കരുതി ഇന്ന്. അപ്പൊ ഇന്ന് ചിക്കൻ കറിയും കപ്പയും വെക്കാം. കപ്പ കിട്ടും ഇവിടെ എവിടെയെങ്കിലും? കപ്പ അങ്ങനെ ഞങ്ങളിതേ ചിക്കൻ വാങ്ങാനായി എത്തി. കപ്പ കിട്ടാൻ സാധ്യത കുറവാണ് കേട്ടോ. കാരണം എന്താ അറിയോ, സമയം ഇപ്പോൾ ഏതാണ്ട് 2:45 ഈ സമയത്ത് എവിടുന്ന് കപ്പയല്ലേ. ചിക്കൻ കടയിൽ നിന്ന് നല്ല തിരക്കുണ്ട്. ഞങ്ങൾക്ക് മുന്നേ 3 ആൾ ഇതേ ക്യൂവിലാണ്. ഈ 3 ആൾ പോയ ശേഷം മാത്രമേ നമ്മളുടെ ചിക്കൻ കിട്ടൂ. അവനിപ്പോഴും ക്യൂവിലാണ് സുഹൃത്തുക്കളെ. ചിക്കൻ കടയിൽ ഭയങ്കര തിരക്കാണ്. എനിക്ക് തോന്നുന്നു ഈസ്റ്റർ ആയിട്ട് കുറച്ച് ബംഗാളികളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ പറയുമ്പോൾ ഞാൻ ആലങ്കാരികമായി സംസാരിക്കുന്നതെന്ന് വിശ്വസിക്കരുത്. നമ്മൾ ഡെയിലി വാർത്ത വായിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു അച്ചടി ഭാഷ വരും. വളരെ കൂളായിട്ട് സംസാരിക്കാൻ പറഞ്ഞാലും നമ്മൾ ആത്യന്തിക അവലോകനങ്ങളിലേക്ക് പോകും കേട്ടോ. ഞാനിങ്ങനെ സംസാരിച്ച് വരുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് കുറച്ചുകൂടി സിമ്പിളായിട്ട് സംസാരിച്ചാൽ പോരെ എന്നുള്ളത്. പക്ഷെ എന്തോ പറഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ഔപചാരികത കൊണ്ടുവരുവാനൊന്നും വിചാരിക്കരുത് കേട്ടോ, ക്ഷമിക്കുക. അവന് ബോറടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം ഫോണിൽ കുത്തുന്നു, തിരിയുന്നു, കുറേ നേരമായിട്ട് കാണുന്നുണ്ട്. ഞാൻ നിന്റെ കഥ പറയുകയായിരുന്നു. നീ ക്യൂവിലായിരുന്നു ഇത്രയും നേരം എന്നുള്ളത്. അതെ, കൊറേ ബൾക്കായിട്ട് വാങ്ങാനുണ്ടായെന്ന് തോന്നുന്നു അല്ലേ? ചിക്കൻ മസാലയും കൂടി വാങ്ങിക്കോ കേട്ടോ. പിന്നെ മസാല ഇടുണ്ട്. 3 മണിയായി, വേഗം പോയി വരൂ. അപ്പോ അതേ കടയിൽ തന്നെ ചിക്കൻ മസാലയുണ്ട്. അപ്പൊ നമുക്ക് ചിക്കൻ മസാലയും കൂടെ വാങ്ങിട്ട് പോവാം. വീട്ടില് ചിക്കൻ മസാല ഇല്ല. എൻ്റെ മുഖം ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. നല്ല ചൂടെടുത്ത് വേർക്കുന്നുണ്ട് ഞാൻ, കണ്ടോ. കപ്പ കിട്ടിയാലോ എന്ന് കരുതി പോവാണ്. എനിക്ക് തോന്നുന്നില്ല കപ്പ കിട്ടുന്ന. പിന്നെ എനിക്ക് നല്ല വിശപ്പെടുന്നു. നിനക്ക് വിശക്കുന്നുണ്ടോ? വിശപ്പ് പോയല്ലേ. ഞാൻ ഇന്ന് ഇവിടെ ഇല്ല, ജനമായ അങ്ങോട്ട് പോയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് തൽക്കാലം ഒരു ആശ്വാസത്തിന് എന്തെങ്കിലും സ്നാക്സ് വാങ്ങാം. അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് താമസിക്കും. അപ്പൊ നമുക്ക് ബ്രെഡ് ഫാക്ടറിയിൽ കയറാം. അത് തുറന്നിട്ടുണ്ടോ? ഉണ്ട്. നമ്മള് ബ്രെഡ് ഫാക്ടറി എത്തി. സോറി, ബ്രെഡ് ഫാക്ടറി അല്ല, ബ്രെഡ് ലൈൻ. ഓൾമോസ്റ്റ് സെയിം ആണ്. അതാണ് നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരുന്നത്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഇവിടുന്ന് നമ്മൾ സാൻഡ്വിച്ച് വാങ്ങിച്ചു. സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ട് വീട്ടിൽ പോയി ചിക്കൻ കറി ഉണ്ടാക്കാം. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നത് അല്ല, പക്ഷേ ഇന്നത്തെ അവസ്ഥ അങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ്. കാരണം ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ചെന്ന് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് സമയം ഒരുപാട് വൈകും. വിശക്കുന്നു നന്നായിട്ട്. അപ്പം വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും കഴിക്കണമല്ലോ. അതിനാണ് ഇന്ന് സാൻഡ്വിച്ച് വാങ്ങിയത്. അപ്പം എന്തായാലും സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. വിശപ്പ് അധികമായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീട്ടിൽ പോകാനില്ല, ക്ഷമയില്ല. അതുകൊണ്ട് നമുക്ക് കഴിച്ചിട്ട് പോവാം. കാരണം ഇനി കപ്പ വാങ്ങാൻ പോകണ്ടേ. കപ്പ വാങ്ങാൻ ചന്തയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ ചന്തയിൽ കൂടി കയറിയിട്ട് പോകുമ്പോൾ ലേറ്റ് ആവും. കുഞ്ഞോലും ഇല്ലെന്ന് തോന്നുന്നില്ലേ. കപ്പ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി കപ്പ ഇല്ലാതെ ചിക്കൻ കഴിക്കാം. കാരണം ചന്ത ഇല്ലില്ല, അവിടെ ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഉദ്യമം ഉപേക്ഷിച്ചു അല്ലേ? നീ എന്തിനാ ഉദ്യമം എന്നൊക്കെ പറയുന്നേ? വിജയകരമായി പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മള് വിജയകരമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് കപ്പ കിട്ടിയിട്ടില്ല. നല്ലതായിരുന്നു തന്നെ, പക്ഷെ കപ്പയും ചിക്കൻ അല്ലേ, കുഴപ്പമില്ല. അടുത്ത ദിവസം ഇല്ലടാ, കാണില്ല. ചേമ്പൊക്കെ ഇരിക്കുന്നു.
ചേനയാണ്. കപ്പ ഉണ്ടാവോ? ജനതാ സ്റ്റോഴ്സ് നടന്നിട്ടും കാര്യം ഉണ്ടായില്ല. കപ്പ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്നു ചിക്കനുമായിട്ട്. ഇനി ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അടുക്കളയിലേക്ക് നോക്കിയപ്പോൾ അത്ര സുഖം പോരാ. രാവിലെ പോയപ്പോൾ അത്ര വൃത്തിയാക്കാനൊന്നും പറ്റിയില്ല. എനിക്കാണെങ്കിൽ ഈ കിച്ചൺ വൃത്തിയല്ലാണ്ട് കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ഒന്ന് അടുക്കി പറക്കി എല്ലാം ഒന്ന് സെറ്റാക്കി എനിക്കൊരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ മാത്രമാണ് ഞാൻ കുക്ക് ചെയ്യുക. ഓരോരോ ശീലങ്ങളെ. എന്തായാലും ചിക്കനൊക്കെ കഴുകിയതേ അടിപൊളി കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ട് ചിക്കനെല്ലാം മസാല ഒക്കെ മിക്സ് ചെയ്യാനായിട്ട് പോവാണ്. ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ പലതരത്തിൽ ചിക്കൻ കറി വെക്കാൻ പരീക്ഷിക്കാറുണ്ട്. പല ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് പരീക്ഷിക്കും. ഓരോന്നിനും ഓരോ രുചിയായിരിക്കും. ഒരു തവണ കിട്ടുന്ന രുചിയാവില്ല അടുത്ത വട്ടം കിട്ടുക. അപ്രീസിയേഷനൊക്കെ കിട്ടും കേട്ടോ, നന്നായിരുന്നു, ഇതേപോലെ തന്നെ അടുത്ത വട്ടം വെക്കണം എന്നൊക്കെ. പക്ഷേ അടുത്ത തവണ അതേപോലെ ഒരു കാരണവശാലും എനിക്ക് വെക്കാൻ പറ്റാറേ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടോ? പണ്ട് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വൺസ് നമ്മൾ വെച്ചത് അതൊരു മാർക്കായിട്ട് അങ്ങനെ ഉണ്ടാവും. നമ്മുടെ ഒരു ടേസ്റ്റ്, നമ്മളുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ആ ടേസ്റ്റിൽ ഉണ്ടാവും എന്നൊക്കെ എന്തൊക്കെയോ ബ്ലാ. എന്തായാലും ചിക്കൻ്റെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിൽ എല്ലാ മസാലയും പിടിക്കുമല്ലോ, അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അല്ലെങ്കിൽ വെറുതെ ചിക്കനിൽ കുറേ പൊടികളിട്ടത് പോലെ ഇരിക്കും. എന്തായാലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാം. അതിനുശേഷം എന്താ ഞാൻ ചെയ്തേ? തൂത്തുവാരി. വീടൊക്കെ വൃത്തിയാക്കണ്ടേ? വീടൊക്കെ വൃത്തിയാക്കി വിളക്ക് കൊളുത്താനാകുമ്പോഴത്തേക്ക് വിളക്കും കൊളുത്താലോ. അപ്പോൾ എന്തായാലും ചിക്കൻ അവിടെ ഇരിക്കട്ടെ. ചിക്കനിലെല്ലാം മസാലയും പിടിച്ചു വരുമ്പോഴത്തേക്കും ബാക്കി ചെയ്യാൻ പറ്റുന്ന ചെറിയ ജോലികളൊക്കെ ചെയ്ത് തീർക്കാം. എല്ലാ ജോലികളും ചെയ്ത ശേഷം നമുക്ക് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ പോയി റെസ്റ്റ് എടുക്കാറുണ്ട് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തെ അത് മോശമായിട്ട് ബാധിക്കും. അപ്പോൾ സ്ത്രീകളെല്ലാവരും ഈ കുക്ക് ചെയ്യൽ മാത്രം അല്ലെങ്കിൽ വീട് പണിയിൽ ചെയ്യൽ മാത്രം ആയിട്ട് ഒതുങ്ങിപ്പോരുത്. ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ചെയ്ത ശേഷം നമ്മളുടെ ആരോഗ്യത്തെ കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് ഞാൻ കടന്നു. മസാലകളൊക്കെ ഇടുക, കടുക് വറുത്ത് ഈ മസാലയൊക്കെ ഇട്ട് അതിനുള്ളിലേക്ക് സവാളയൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് ഒരു സുന്ദരൻ ചിക്കൻ കറിയാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. ഏത് രൂപത്തിൽ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഉപ്പൊക്കെ ഇട്ട് മസാല ഒക്കെ ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പണ്ട് ചിക്കൻ കറി വെക്കുമ്പോൾ ഞാനൊരു അബദ്ധം കാണിച്ചിട്ടുണ്ട്. എന്താണോ, നമ്മൾ കടകളിലൊക്കെ പോയി കഴിക്കുമ്പോൾ ചിക്കൻ കറി കാണാൻ നല്ല രസമല്ലേ, മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളി സൂപ്പർ കളറിൽ ചിക്കൻ കറി ഇരിക്കില്ല. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പരീക്ഷിച്ചപ്പോൾ ഞാൻ ഒരുപാട് മുളക് പൊടി വാരിയിട്ട് അത് വായിൽ വെച്ച് കൂട്ടാൻ പറ്റാണ്ടാക്കി കളഞ്ഞു. കളറ് വരാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇട്ടത്, പക്ഷേ അന്ന് കടുത്തുപോയി. അപ്പോൾ അങ്ങനെയുള്ള കുക്കിംഗ് ഫ്ലോപ്പ് പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. നമ്മളായിരുന്നു വലിയ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. എൻ്റെ ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അതെനിക്ക് നന്നായിട്ട് ഇളക്കാൻ പറ്റാത്തത്. ഞാൻ ഫോൺ മാറ്റി വെച്ച ശേഷം നന്നായിട്ട് ഇളക്കി അതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി ചിക്കൻ കറി ആയിക്കോളും. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളി സെറ്റായിരിക്കുന്നുണ്ട്. ഇനി കഴിച്ചോളാനും മതി അല്ലേ. എന്തായാലും കപ്പ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇന്ന് പുട്ടിലാണ് നമ്മൾ കോമ്പിനേഷൻ ഉണ്ടാക്കുന്നത്. പുട്ടും ചിക്കൻ കറിയും, അതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. ഓക്കെ, കാണാൻ രസമൊക്കെ ഉണ്ടല്ലേ. കഴിച്ചു നോക്കിയപ്പോഴും തരക്കേടൊന്നുമില്ല. ഇനി അഭിപ്രായങ്ങൾ കേൾക്കണം. കൊള്ളാമോ? നീ എന്താ മറുപടി പറയാൻ വൈകുന്നത്? കൊള്ളാമോ? ശരി, താങ്ക് യു സോ മച്ച്. ഓക്കെ, നന്ദിയുണ്ട് കേട്ടോ.